ഹലോ എവരി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് എനർജി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസമൊന്നും രാവിലെ വിളക്ക് വയ്ക്കുന്ന പതിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ദിവസം ഇതേപോലെ യൂട്യൂബിൽ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് കാണാനിടയായി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് എല്ലാ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം ഞാനത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു ദിവസം നോക്കിയിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ലൈഫിൽ വന്ന കുറച്ച് നല്ല നല്ല മാറ്റങ്ങളുണ്ട്. അപ്പം ഞാനത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 22ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ആദ്യമൊന്നും രാവിലെ വിളക്ക് വയ്ക്കില്ലായിരുന്നു, വൈകുന്നേരം മാത്രമേ വയ്ക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ എല്ലാ ദിവസവും രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ പൂജാമുറിയുടെ ഒരു വിളക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ശീലിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ശീലിച്ച് നോക്കി നോക്കൂ. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒത്തിരി നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ശിവരാത്രിയുടെ അന്ന് വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഭഗവാന് അഭിഷേകത്തിനുള്ള പാലും കൊണ്ടാണ് പോയിരുന്നത്. പക്ഷേ യാദൃശ്ചികമായിട്ട് അഭിഷേകത്തിൻ്റെ സമയം എത്രയാണെന്ന് അറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പൂജാരി അവിടെ നമ്മൾ പൂജയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ സമയം കഴിഞ്ഞു, ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അന്നദാനം കൊടുക്കുന്ന അവിടേക്ക് ഈ പാല് കൊടുത്തോളൂ, അപ്പോൾ അവരവിടെ എന്തിനേലും വേണ്ടി യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭഗവാന്റെ നടക്കിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, ഭഗവാനെ ഞാൻ അവിടത്തേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണല്ലോ, അതിപ്പം അങ്ങയുടെ കയ്യിലെത്തുന്നില്ലല്ലോ, പിന്നെ അന്നദാനത്തിലേക്കാണല്ലോ പോണത്. അങ്ങനെയല്ല, അവിടേക്ക് പോയാലും ഇവിടേക്ക് പോയാലും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഭഗവാന് ഇപ്പോൾ വീട്ടിൽ നിന്നൊരു സാധനം, അതായത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഭഗവാന്റെ കയ്യിൽ തന്നെ എത്തുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ ഞാനത് ഭഗവാനോട് ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ തിരിഞ്ഞതും ഉള്ളിൽ നിന്ന് പിന്നെ തിരുമേനി ഇറങ്ങി തിരുമേനിയാണോ കീഴ്ശാന്തിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമ്പൂതിരിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പാല് വാങ്ങിയിട്ട് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ നമ്മൾ എന്തോ ഒരു പൂജ ചെയ്യുമല്ലോ, അതിൻ്റെ കൂടെ കൊടുക്കാമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായൊരു സന്തോഷം, ഞാൻ ഭഗവാനോടൊരു സങ്കടം ഞാൻ അവിടെ നിന്ന് പറഞ്ഞതേ അപ്പം തന്നെ എനിക്കതിൻ്റെ റിസൾട്ടും വന്നപ്പം ഭഗവാൻ, അതായത് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ ഇതിന് മുന്നേയും ഇങ്ങനെയുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ നല്ല അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ലൊരു ഫീലാണ്, നല്ലൊരു സംതൃപ്തിയാണ്, മനസ്സിനൊരു പോസിറ്റീവ് വൈബ് വന്നിട്ടുണ്ട് ജീവിതത്തിൽ മൊത്തം. അപ്പം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളൂ. അപ്പം നമ്മുടെ പൂജ പിന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിറയെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ ആവശ്യത്തിന് നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബേസിക്കായിട്ട് ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ചൂടാക്കി കടുകിടുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടുക. പിന്നെ ഞാൻ കുറച്ച് പൊട്ടുകടലയും കൂടി ചേർക്കും കേട്ടോ. പൊട്ടുകടലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ.
നല്ല പോലെ ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് ഒരു ഇത്തിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് തേങ്ങ ഇടുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തീ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി, കൈ വിടാതെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ലപോലെ തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നുള്ളതുകൊണ്ട് നിങ്ങളും കൂടി ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസമാണ്. പക്ഷേ ഞാനിത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്ന പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ട് വരുന്ന റവ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇനി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എലൈറ്റിൻ്റെ റവയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഏകദേശം ഞാനൊരു 2 ഗ്ലാസ് റവ ഇട്ടിട്ടുണ്ടാവും. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് അധികം നേരം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ടൈറ്റനായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതൊരു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് പകരം നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും. പക്ഷേ നമ്മൾ നെയ്യ് അധികം ഉപയോഗിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ അധികം നെയ്യൊന്നും ഉപയോഗിക്കാറില്ല. തേങ്ങ അധികം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞാൻ ഉപ്പുമാവിൽ തേങ്ങ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ, ഒരു ടേസ്റ്റ് കുറവ് പോലെ ഉണ്ടാവുമല്ലോ. അപ്പം ജസ്റ്റ് കുറച്ച് തേങ്ങ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ നിറയെ ഇട്ടിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ